ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം കമ്മീഷണർ എൻ വാസുവിന് കുരുക്കായതെന്താണ്? പാർട്ടിയുടെ വിശ്വസ്തനായിട്ടും വാസുവിനെ എങ്ങനെ പിടിവീണു? സ്വർണം ചെമ്പാക്കിയ മാജിക് മുതൽ തട്ടിപ്പിന് കൂട്ടുനിന്നത് വരെ നീളുന്നതാണ് വാസുവിൻ്റെ ചെപ്പടി വിദ്യകൾ. ശബരിമല സന്നിധാനത്തെ സ്വർണം പൊതിഞ്ഞ കട്ടിളപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയതുമായി ബന്ധപ്പെട്ട കേസിലാണ് മൂന്നാം പ്രതിയായ വാസുവിനെ അറസ്റ്റ് ചെയ്തത്. സ്വർണം പൂശലുമായി ബന്ധപ്പെട്ട് സ്പോൺസറുടെ കൈവശം ബാക്കി സ്വർണമുണ്ടെന്നറിഞ്ഞിട്ടും വാസു നടപടിയെടുത്തില്ലെന്നാണ് ആരോപണം. ശബരിമലയിലെ കട്ടിളപ്പാളികളിലെ സ്വർണമോഷണവുമായി ബന്ധപ്പെട്ട് എൻ വാസുവിനെ മൂന്നാം പ്രതിയാക്കി അന്വേഷണം തുടരുന്നതിനിടെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. സ്വർണപ്പാളി കേസിലാണ് അറസ്റ്റ്. ദേവസ്വം ബോർഡിൽ ഉന്നത സ്ഥാനങ്ങളിലിരുന്ന ആളാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള വാസു. എല്ലാം വാസു അറിഞ്ഞുകൊണ്ടെന്ന് മുരാരി ബാബുവും സുധീഷും മൊഴി നൽകിയിട്ടുണ്ട് എന്നാണ് സൂചന. മുൻ തിരുവാഭരണ കമ്മീഷണർ ബൈജുവിന്റെ മൊഴിയും വാസുവിന് എതിരാണ്. ചോദ്യം ചെയ്യലിൽ രേഖകളിൽ തിരുത്തൽ വരുത്തിയതിൽ വാസുവിന് മറുപടിയില്ല. ഓർത്തെടുക്കാൻ കഴിയുന്നില്ലെന്നും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നുമാണ് വാസു ഉദ്യോഗസ്ഥരെ അറിയിച്ചത്. 2019 മാർച്ച് 18-നാണ് വാസു കട്ടിളപ്പാളികൾ ചെമ്പുപാളികൾ എന്ന് എഴുതി ചേർത്തത്. തുടർന്ന് ഉദ്യോഗസ്ഥരുമായി ചേർന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തയക്കുകയായിരുന്നു. 409 ഗ്രാം സ്വർണമാണ് കട്ടിളപ്പാളികളിൽ നിന്ന് വേർതിരിച്ചത്. എൻ വാസു ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരിക്കെയാണ് സ്വർണം പൂശൽ കഴിഞ്ഞ ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിവാദ ഇമെയിൽ സന്ദേശം ലഭിച്ചത്. സ്വർണം പൂശൽ കഴിഞ്ഞ ശേഷവും സ്വർണം ബാക്കിയുണ്ട് എന്നും ഇത് ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന് ചെലവഴിക്കട്ടെ എന്നും ചോദിച്ചായിരുന്നു പോറ്റിയുടെ ഇമെയിൽ സന്ദേശം. എന്നാൽ ഇത് സംബന്ധിച്ച് വാസു നൽകിയ വിശദീകരണം തൃപ്തികരമായിരുന്നില്ല. ഇമെയിൽ സന്ദേശം താൻ മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്തുവെന്നും പിന്നീട് അതേക്കുറിച്ച് തിരക്കിയില്ല എന്നുമായിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രതികരണം. അധികം വന്ന സ്വർണം സ്പോൺസറുടെ കൈവശമുണ്ടെന്നറിഞ്ഞിട്ടും വാസു നടപടിയെടുത്തില്ലെന്നാണ് ഇക്കാര്യത്തിൽ അദ്ദേഹത്തിനെതിരെ ഉയർന്നിരുന്ന ആരോപണം. അറസ്റ്റിലായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ SIT സംഘം എൻ വാസുവിനെ നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം.